കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു പോകുന്ന അവിശ്വസനീയമായ പലതും കാണാം. പ്രത്യക്ഷ ദേവതമായ രാജാവിന് വേണ്ടി, ആ രാജ്യാധികാരത്തെ നിലനിർത്തുന്ന നാടുവാഴികൾക്ക് വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം കൊണ്ടു തുളച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലി മാടുകളായി കഴിഞ്ഞിരുന്ന കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് തൻ്റെ വിശുദർശനം എന്ന കവിതാ സമാഹാരത്തിലൂടെ ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്നു. ആ കവിതയാണ് കഥാപ്രസംഗ രൂപേണ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചന്ദനക്കട്ടിൽ. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട്, ഇന്നത്തെ കോട്ടയം. പണ്ടുകാലത്ത് കട്ടിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. പൊതുജനം വെറും പായ വിരിച്ച് നിലത്ത് കടന്നുകൊള്ളണം. കട്ടിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മോടിയിൽ ചന്ദനം കൊണ്ട് തന്നെയുള്ള ഒരു കട്ടിൽ വേണം. ആനക്കൊമ്പാവണം മേല പിന്നെ ആനമുഖം വേണം ദാരുക്കളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞ ഉടനെ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരവിടെ? മേനോക്കച്ചനോട് വരാൻ പറയൂ. മേനോക്കച്ചൻ എന്നാൽ കാര്യസ്ഥനാണ്. തമ്പുരാന്റെ കൽപ്പന കേട്ട ഉടനെ തന്നെ മേനോക്കച്ചനും മേനോമാരും തച്ചന്മാരും നായന്മാരും അടക്കം ഒരു വൻപട തന്നെ വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ വന്ന് ഓച്ചാനിച്ച് തൊഴുതു നിന്നു. ചന്ദ്രമരം തേടിയലിയുന്ന അവരുടെ ഉള്ളിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താപുമൊളി പൂണ്ട തമ്പുരാട്ടി, താർമകലിൻ്റെ മണം പുരണ്ടും കണങ്കാലോളം ചുരുണ്ടിരുന്നും മുല്ലപ്പൂമാല ഉതിർന്നു നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി, വെമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും വയലുകളും തെങ്ങും കവുങ്ങും നിറഞ്ഞു നിറഞ്ഞ പറമ്പുകൾ താണ്ടി ആ ചന്ദനമരം തേടിയലയുന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടിയിലേക്കാരും വരേണ്ട നാളെ, തലയും ചൊറിഞ്ഞു വരുന്നുവെന്നാൽ തലയോടുകൂടി വിടില്ലൊരാളെ. നടന്ന് നടന്ന് നേരം ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെയായപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊതിച്ചോറെടുത്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള അരുവിയുടെ തീരത്തിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഒരാൾ പറഞ്ഞു, അതാ അങ്ങോട്ട് നോക്കൂ, അവിടെ എന്താണത്? അരുവിതൻ വക്കിലെ അങ്ങകാലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ? പലമരം കണ്ടു തഴക്കമാർന്ന തലവനാശാരിയെ കണ്ടു നേരെ. ഇടതു കൈ പൊക്കി വിലങ്ങനെ വെച്ചു, ഇടതു പുരീകം ചുളിച്ചു നോക്കി. അതെ, ചന്ദനമരം തന്നെ. കേട്ട പാതി എല്ലാവരും അരുവിയിൽ പോയി കൈ കഴുകി ചന്ദനമരം നിൽക്കുന്നിടത്തേക്ക് ഓടിച്ചെന്നു. ഒരാൾ അതിൽ നിന്ന് ഒരു കമ്പ് കൊത്തിയെടുത്ത് വാസനിച്ചു നോക്കി. ഹായ്, നല്ല സുഗന്ധം, ചന്ദനത്തിന്റെ നടുത്ത സുഗന്ധം. അവർ അരിയിലുള്ള മുണ്ട് മുറുക്കി ചുറ്റി, തോളിൽ കിടക്കുന്ന തോർത്തുമുണ്ടെടുത്ത് തലയിൽ ചുറ്റി ആ ചന്ദനമരത്തിന്റെ ചുറ്റും നിന്ന് കോടായിലെടുത്ത് ആഞ്ഞു വിട്ടാൻ ഒരുങ്ങിയപ്പോൾ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ ആ കോടാലികൾ പൊങ്ങിയില്ല. അവർ പേടിയോടുകൂടി പരസ്പരം നോക്കി. എന്താണ് ശബ്ദം? പരദേവതയാണോ അതോ യക്ഷിയാണോ? അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് പോകാം. പക്ഷേ ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകും? ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകും? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുമ്പിൽ നിൽക്കുന്നു മിഴിച്ചു നോക്കി. ഇരുമുള്ളു പോരാ ചടച്ചി പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. തടി കൂടാതെ അങ്ങോട്ടു ചെന്നുപോയാൽ തടിയും തലയും പിരിയുമല്ലോ. വരുന്നത് വരട്ടെ. കൂട്ടത്തിലുള്ള പറഞ്ഞു, ഞാൻ കയറാം. ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല യക്ഷിയോ മറ്റിയാണെങ്കിൽ. കയ്യിലൊരു വാക്കത്തി കൂടിയെടുത്ത് അറിയൽ തിരികെ. കൂടിയുള്ളവർ അവന് ധൈര്യം പകർന്നു. അങ്ങനെ പേടിച്ച് വിരച്ച് പതുക്കെ പതുക്കെ ആ ചന്ദനമരത്തിൻ്റെ മുകളിലെത്തി.
ആ മരത്തിന്റെ പൊത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അതിന് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്യാവു കൊണ്ടു പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരെ, ഇരുളിനകത്തു കൊളുത്തി വെച്ച അരുമ കനക വിളക്കുപോലെ, അന്തി തുടുമുകിലിൻ നടുവിൽ പുന്തി വരും കൊച്ചു താര പോലെ, ചെമ്പട്ടിനുള്ളിൽ വിരിഞ്ഞു വെച്ച ചെമ്പുറ്റ മാണിക്യക്കല്ലുപോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ, ഇരുളിൽ കൊളുത്തി വെച്ച വിളക്ക് പോലെ, ചെമ്പകത്തിന്റെ നറുപൂ പൊട്ടുപോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി. പക്ഷേ ഈ കുഞ്ഞ് എങ്ങനെ ഈ മരപ്പൊത്തിൽ വന്നു? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു. ആ മരപ്പൊത്തിൽ ഇരുത്തി പോലും ഓമനിച്ചങ്ങനെ വളർത്തി പോലും. റാഞ്ചി കൊണ്ടുവന്ന ആ കുഞ്ഞിനോട് അമ്മയ്ക്ക് മാതൃനിർവിശേഷമായ സ്നേഹം തോന്നി തുടങ്ങി. അത് ആ കുഞ്ഞിനെ ഓമനിച്ചും ലാളിച്ചും വളർത്തി. നേരം പുലരുമ്പോൾ കൂട്ടുവിട്ടിറങ്ങുന്ന ആ പക്ഷി നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനുള്ള ഫലധാന്യങ്ങളുമായി തിരിച്ചെത്തും. ആ കുഞ്ഞിനും ആ പക്ഷി സ്വന്തം അമ്മയെ പോലെയായി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ കുഞ്ഞിന് പൊത്തിൽ നിന്ന് പുറത്തു പോരുവാൻ ആഗ്രഹമില്ലാതില്ല. പൊത്തിനു പോരുവാൻ ഉണ്ടു മോഹം, പോരുവാൻ വയ്യാത്ത രാടുപോലും, അതിരറ്റ വാത്സല്യമാണുമമ്മ, ചിറകിട്ടടിച്ചു മരിക്കുമ്പോലും. അന്തിച്ചുകപ്പിൽ പൊതിഞ്ഞ അമ്പിളി കുഞ്ഞിനെ പോലെ ആ കട്യാവ് കൊണ്ട് പുതച്ച കുഞ്ഞിനെ പതുക്കെ പതുക്കെ താഴെ കൊണ്ടുവന്നു. താഴെയുള്ളവർ അതിനെ നിലംതുഴാതെ വാരിപ്പുണർന്നു. തമ്പുരാന്റെ കൽപ്പന ഓർമ്മവെന്ന മേനോക്കച്ചൻ പറഞ്ഞു, ഇനി മരം മുറിക്കാം. പത്തിപ്പരത്തി പറന്നുയർന്നു, പാമ്പുപോൽ കോടാലി പൊങ്ങിത്താണു, കടയറ്റ ചന്ദനം തലതിരിഞ്ഞു, ഉടനെ ചിതറി നിലം പതിച്ചു. കൊമ്പുകളും ചില്ലുകളും വെട്ടിമാറ്റി എല്ലാവരും ചേർന്ന് പതുക്കെ പതുക്കെ ആ തടി തോളിലേറ്റി ആ കൊട്ടാരത്തിലേക്ക് ആഹ്ലാദത്തോടു കൂടി മടങ്ങി. ആ ആഹ്ലാദത്തിനിടയിലും എല്ലാവരുടെ ഉള്ളിലും ആന്തലോടെ ഒരു ചോദ്യം ഉയർന്നു, ഈ പിഞ്ചു കുഞ്ഞിനെ ഇനി എന്തു ചെയ്യും? പകൽ വിടവാങ്ങി രാത്രിയെ വരവേൽക്കാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞിനുള്ള ഫലധാന്യങ്ങളുമായി തിരിച്ചെത്തിയ ആ പക്ഷി ഞെട്ടലോടെയാണ് ആ കാഴ്ച കണ്ടത്. ചിറകേഴുമമ്മ പറന്നു വന്നു, ചിരകാലം ചന്ദനം നിന്നതിക്കിൽ, മരമില്ല കൂടില്ല കുഞ്ഞുമില്ല, മരവിപ്പു കേറി അതിൻ്റെ ഉടലിൽ, തല ചുറ്റിടും പോലെ ആ മരത്തിൻ കരയിൽ കയറി ഇറങ്ങിപ്പോന്നു. എൻ്റെ ഈശ്വര, ഞാൻ എന്താണ് ഈ കാണുന്നത്? എൻ്റെ മരം എവിടെ? എൻ്റെ കൂടെവിടെ? എൻ്റെ കുഞ്ഞെവിടെ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പക്ഷി നെഞ്ചത്തെടുത്ത് കരഞ്ഞ് ആ മരത്തിന്റെ ചുവട്ടിലിരുന്നു. നിലാവ് പരന്നു തുടങ്ങി. വേദനയോടെ ഉറക്കം വരാതിരുന്ന ആ പക്ഷി രാത്രിയിൽ ചോരപ്പാട് പോലെ എന്തോ ഒന്ന് കണ്ടു. എന്താണത്? നലമേഴുമമ്മയ്ക്കു കണ്ടറിവാൻ അടയാളമായിട്ട കൊച്ചു പൈതൽ, കട്യാവു തന്നെത്താൻ പിച്ചി ചീന്തി കാടു കഴിവോളം ഇട്ടിരുന്നു. അവിടെ എവിടെയായി ഇട്ടിരുന്ന ആ അടയാളം നോക്കി ആ പക്ഷി ഒരുപാട് ദൂരം പറന്നു വന്നു. അവസാനം ആ അടയാളവും കാണാതെയായി. പക്ഷേ തൻ്റെ കുഞ്ഞിനോടുള്ള അഗാധമായ ആ വാത്സല്യം കാരണം ആ തൻ്റെ കുഞ്ഞുപോയ മാർഗം മണത്തെറിഞ്ഞ് പറന്നെടുക്കുകയാണ് ആ പക്ഷി. അമ്മതൻ സ്നേഹം മണത്തെറിഞ്ഞു, പൊന്മകളെ കൊണ്ടു പോയ മാർഗം, അരമന തൻ്റെ അടഞ്ഞ വാതിൽ, അരികത്തണഞ്ഞതു ചത്തു വീണു. ആ കൊട്ടാരത്തിൻ്റെ അടഞ്ഞ വാതിലിൽ തട്ടി ആ പക്ഷി ചത്തു വീണു. പാതി വിടർന്ന കൊക്കുമായി കിടക്കുന്ന ആ പക്ഷിയെ കണ്ട് കൊട്ടാരം കാവൽക്കാർക്ക് പോലും തൊണ്ടയിടറി. അന്തരച്ചീലുകൾ കൊണ്ട് ചിതയുണ്ടാക്കി വീരാളിപ്പട്ടിൽ പൊതിഞ്ഞു. ആ പക്ഷിയുടെ ജഡം വീരോചിതമായി സംസ്കരിച്ചു. ആ കാഴ്ച കണ്ടു നിന്ന ആ കൊച്ചു പൈതൽ നെഞ്ചുപൊട്ടിക്കരഞ്ഞു. കാലം കടന്നുപോയി. ആ പൈതൽ പുലർന്ന് ഒരു സുന്ദരിയായി മാറി. കൊട്ടാരത്തിലെ നമ്രതമ്പുരാന്റെ തമ്പുരാട്ടിയായി മാറി. ആ
തമ്പുരാൻ ആ കൊച്ചു തമ്പുരാട്ടിക്ക് വേണ്ടി അതിമനോഹരമായ ഒരു ചന്ദനക്കട്ടിൽ തന്നെ പണിയിച്ചു. ആ മട്ടുപ്പാവിൽ കിടക്കുന്ന ആ കട്ടിലേക്ക് തമ്പുരാൻ തൻ്റെ പ്രിയതമയെ ആനയിക്കുമ്പോൾ ആ തമ്പുരാട്ടി എന്തോ ഓർക്കുകയാണ്. അവൾ കരയുകയാണോ? അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഊർന്നിറങ്ങുന്നു. അവളുടെ കൺകളിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. അവളുടെ കൺകളിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ ചിറകു വിടർത്തുന്ന ഭാഗ്യമോർത്തോ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ ചിറകു വിടർത്തുന്ന ഭാഗ്യമോർത്തോ. ഉത്തരം കണ്ടെത്താൻ സഹൃദയരെ ചുമതലപ്പെടുത്തട്ടെ. മരണത്തിന് മുമ്പിലും സ്വന്തം കുഞ്ഞിന് വേണ്ടി ദാഹിക്കുന്ന ആ മാതൃവാത്സല്യത്തിന് മുമ്പിൽ ശിരസ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.